എങ്ങോട്ടാ? ഏത് ഉദ്ദേശം? ദുബായ് ദുബായ് റാസൽ ഖൈമ. അവിടെ എന്താ പരിപാടി? അവിടെ നമ്മുടെ ചെമ്പരത്തി റെസ്റ്റോ ബാറിന്റെ ഇനോഗ്രേഷൻ ആണ് നാളെ. എത്ര ദിവസത്തേക്ക്? ഞാന് 2-ാം തീയതി തിരിച്ചു വരും. ദുബായില് മിസൈലും വെടിവെപ്പൊക്കെയാണെന്ന് പറഞ്ഞു. പേടിപ്പിക്കാതെ ഇത്തവണ പോകുമ്പോ ഇച്ചിരി പേടിയാ. ഞാൻ ടിക്കറ്റ് വരാത്തപ്പോൾ ഞാൻ ഓർത്ത് ഇനിയിപ്പം വരത്തില്ലേന്നൊക്കെ ആലോചിച്ച് സന്തോഷമായിട്ട് പെട്ടെന്ന് ടിക്കറ്റ് വന്നു. എന്തായാലും കുഴപ്പമില്ല, സേഫായിട്ട് പോയിട്ട്. പല്ല് നോവോ കെയറിൽ ഞാൻ പറഞ്ഞില്ല, ലൈനറൊക്കെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ 2 ഗ്യാപ്പ് ഉണ്ടല്ലോ, അതാണല്ലോ കളിയാക്കുന്നത്. ഗ്യാപ്പ് പല്ല് ഒടിഞ്ഞു പോയതാണ്. അത് കാൽസ്യത്തിന്റെ പ്രശ്നം. അതിനിപ്പോൾ ട്രീറ്റ്മെന്റ് ചെയ്ത് ഇങ്ങനെ വലിച്ച് ഇവിടെ ഇല്ലാത്തൊക്കെ വെക്കും, പല്ലില്ലാത്ത മിസ്സിങ് ഭാഗമൊക്കെ വെക്കും. അത് 3 മാസം കൊണ്ട് അതെല്ലാം റെഡിയാകും. ഇതെന്റെ നമ്മുടെ നെവിൻ കുട്ടനല്ലേ, ബിഗ് ബോസ്, അവൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്താണ്. അവൻ എന്തോ പറഞ്ഞ രേണു ചേച്ചി ഇത് വെച്ച് കഴിഞ്ഞാൽ മറ്റേ ക്യാറ്റായി പോലെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞു തന്നതാണ്. ക്യാറ്റായി എന്ന് പറയാൻ. ഇറങ്ങിക്കോട്ടെ. നിങ്ങൾക്കറിയാം, നിങ്ങൾ മീഡിയക്കാർ വരുമ്പം ഇപ്പം ദാസേട്ടൻ കോഴിക്കോട് പ്രതീഷിൻ്റെ ഒക്കെ കൂടെ ആൽബം ചെയ്യുമ്പോഴും ഞാൻ വയറ് കാണിക്കാറുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഫോട്ടോഷൂട്ട് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അതൊക്കെ തന്നെയാണ് അതിലും ഇപ്പം ഫോട്ടോ എടുക്കുമ്പം കാണുന്നത്. അതിപ്പം അതത്ര വലിയ സംഭവമാണെന്നോ ഒന്നുമില്ല. പക്ഷെ എങ്കിൽ പോലും നമ്മൾ സബ് ചെയ്യുന്നതിനകത്ത് കയറിയിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്ത് അത് അങ്ങനെ വിവാദമാക്കാന്ന് പറഞ്ഞാൽ അത് അവന്മാരെടുത്തോട്ടെ. അതൊന്നും എനിക്കറിയത്തില്ല. അവരുമായിട്ട് എന്നെ ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവരൊക്കെ വലിയ വലിയ ആൾക്കാരാണ്, വലിയ വലിയ സെലിബ്രിറ്റികളാണ്. ഞാൻ ഇപ്പോഴും സാധാരണക്കാരിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും അങ്ങനെ തന്നെയാണ് ജീവിക്കുന്നതും നിൽക്കുന്നതും. ഇപ്പൊ 800 സംതിങ് കഴിഞ്ഞു. രേണു മഞ്ജു പത്രോസ് ഉണ്ടല്ലോ, റീസെന്റ് രേണുവിന്റെ ഒരു വടയുടെ വിവാദത്തിനെ കുറിച്ച് ഭയങ്കര മോശമായിട്ടൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ കുറിച്ച് രേണുവിന്റെ അവരെന്റെ പേര് പറഞ്ഞായിരുന്നോ ചേട്ടാ? എനിക്ക് അറിയത്തില്ല, ഞാനത് കേട്ടില്ല. എന്റെ പേര് പറഞ്ഞെന്നും പറയുന്നു, അല്ല പറഞ്ഞില്ല എന്നും പറയുന്നു. പക്ഷെ എന്നെ പറ്റിയാണ് പറഞ്ഞെന്നാണ് പറയുന്നത്. ശരിക്കും രേണുസുധിയോട് ലൈംഗിക ചോദ്യങ്ങൾ ചോദിക്കാറുണ്ടോ മീഡിയയുടെ സൈഡിൽ നിന്ന്? അതായത് ഡബിൾ മീനിങ്. ഞാൻ പറയട്ടെ, എനിക്ക് ഈ ഒട്ടുമിക്ക മീഡിയക്കാരും എനിക്ക് തോന്നുന്നു എൻ്റെ സുഹൃത്തുക്കളും ഞാൻ അങ്ങനെയാണ് അവരെ കാണുന്നത്. ഞാൻ അങ്ങനെയാണ്. എനിക്ക് മനസ്സിലൊന്ന് വെച്ചിട്ട് പുറത്ത് അങ്ങനെ ഒരു സ്വഭാവമില്ല. പിന്നെ അത് തന്നെയല്ല, ഞാൻ അങ്ങനെ ചോദിച്ചെന്നൊന്നും ഞാൻ ഇന്നുവരെ എങ്ങും പറഞ്ഞിട്ടുമില്ല. പിന്നെ അവർ എന്താ പറയുക, എന്ത് ചോദിച്ചാലും ഞാനിത് തമാശ രീതിയിൽ എടുത്തുള്ള തമാശക്കുള്ള ഉത്തരങ്ങളെ ഞാൻ പറയാറുള്ളൂ. അല്ലാതെ അത് സീരിയസ് ആക്കാനോ അത് വലിയ വിഷയമാക്കാനോ ഒന്നും ഞാൻ ഇന്നുവരെ വന്നിട്ടില്ല. മഞ്ജു പത്രോസ് എന്താണ് മറുപടി പറയാനുള്ളത്? അവർ പറഞ്ഞ എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങൾ ചിരിച്ച് അല്ലേ, അതല്ലേ അവർ ഒരിക്കലും ഇല്ല. ഞാൻ അതാണ് അതിനുള്ള ആൻസറാണ്. ഇപ്പം നിങ്ങളിൽ പലരും, എല്ലാവരും ഒന്നുമില്ല, പലരും എൻ്റെ ഫ്രണ്ട്സാണ്. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്നും വിളിച്ചുകൊണ്ടിരിക്കുന്നവരല്ല, കാണുമ്പോൾ ആ സ്നേഹവും കാര്യങ്ങളും എന്നും അന്ന് തൊട്ട് ഇന്ന് വരെ ഉള്ളവരുണ്ട്. അപ്പം ആ ഒരു ഇതിൽ ഞാനത് നിസ്സാരമായിട്ട് കണ്ട് ചിരിച്ച് തള്ളുന്നത് എന്ത് അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അങ്ങോട്ട് തമാശയായിട്ട് പറയുന്നതായിട്ട് എനിക്ക് തോന്നുള്ളൂ. അല്ലാതെ അത് വലിയ പ്രോത്സാഹിപ്പിക്കുക അത് എന്ത് എനിക്കറിയില്ല. അതുപോലെ ഇപ്പം ആ ചേച്ചി ഒരു ടാറ്റു അടിച്ച് അവർ സോഷ്യൽ മീഡിയയിലൊക്കെ കാണിച്ചായിരുന്നു. അതുപോലെ ആ വീഡിയോ കാണിച്ചു, അവരുടെ ഡ്രസ്സിങ്. ഞാൻ ഇതിനകത്തൊന്നും ഇടപെടുന്നില്ലല്ലോ, ഞാനൊന്നും പറയുന്നുമില്ല. പിന്നെ ഇവരൊക്കെ എന്തിനാണ് എൻ്റെ കാര്യത്തിൽ ഇടപെടുന്നതെന്ന് എനിക്കറിയില്ല. എല്ലാവരും ഇപ്പം ഈ പറഞ്ഞ എല്ലാ സെലിബ്രിറ്റികളും അവരവരുടെ കാര്യങ്ങൾ ഇഷ്ടത്തിന് ചെയ്യുന്നില്ലേ. ഇപ്പം രേണുസുധി ചെയ്യുന്നതിന് മാത്രമേ ഉള്ളൂ പ്രശ്നം. അതിപ്പം എനിക്കറിയില്ല അതെന്താണ്. ഇപ്പം എല്ലാവരും ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ ഫുള്ള് തെറിക്കാൻ പറ്റാണ്. അതെന്താണ്, എന്തുകൊണ്ടാണ്, ഞാൻ ആർക്ക് എന്താണ് ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നമുക്കാരെ തിരുത്താൻ പറ്റത്തില്ലല്ലോ. അതങ്ങനെ അങ്ങ് പോട്ടെ, ഞാൻ എൻ്റെ വഴിക്കും പോകും. റാസൽ ഖൈമയിലേക്ക് പോകണം. അപ്പം എന്തൊക്കെയാണ് ആദ്യമായിട്ടല്ലോ പോകുന്നത്? റാസൽ ഖൈമയിൽ ആദ്യമായിട്ടാണ്. ദുബായ് UAE തന്നെയല്ലേ, 3ാമത്തെ തവണ UAEയിലോട്ട് പോകും, ദുബായിലോട്ട് പോകുന്നത്. നേരെ റാസൽ ഖൈമയിലോട്ടാണ് പോകുന്നത്. അവിടെ നമ്മുടെ ആദ്യം എന്നെ കൊണ്ടുപോയ അവരുടെ തന്നെ റോബി ചേട്ടൻ്റെ അവർ തന്നെയാണ് വിളിച്ചത്. അവരുടെയൊക്കെ തന്നെ പാർട്ണർഷിപ്പിലുള്ളൊരു റെസ്റ്റോ ബാറാണ്, ഫാമിലി റെസ്റ്റോ. നാളെ ഓപ്പണിംഗ് ആണ്. അപ്പം പെട്ടെന്നാണ് ടിക്കറ്റ് കൺഫേം ആയത്. ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇറാന്റെ ബോംബ് പേടിയുണ്ടോ? നല്ല പേടിയുണ്ട്. തലേ കൂടെ വീഴുവോ? ഞാനൊന്നും അറിയത്തില്ല. ഒന്നും സംഭവിക്കത്തില്ലെന്നാണ് എന്റെ വിശ്വാസം. ആണോ? പ്രാർത്ഥിക്കുന്നുണ്ടോ? എപ്പോഴും പ്രാർത്ഥന ഉണ്ടല്ലോ. രേണുവിന്റെ പല്ലുമായിട്ട് ബന്ധപ്പെട്ടേ 4.5 ലക്ഷം രൂപയൊന്നും രേണു ചെലവാക്കിയിട്ടില്ല, ഇതിന് ചെലവാവില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്. ആൾക്കാർ പറയുന്നത് നോവോ കെയർ എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ ഉള്ളതാണല്ലോ, അവിടെ ചെന്ന് അന്വേഷിച്ചിട്ട് എന്താണ് രേണുസുധിക്ക് പല്ലിന് ചികിത്സ ചെയ്ത ഡോക്ടേഴ്സ് ഒരിക്കലും കള്ളം പറയത്തില്ല.
ഡോക്ടേഴ്സിനോട് ചോദിക്കട്ടെ എന്താണ് ചെയ്തത്, അതിൻ്റെ ചികിത്സയുടെ പൈസ എത്രയാണെന്ന് ചോദിക്കട്ടെ, അപ്പോൾ അവർ പറയുള്ളൂ. ശരിക്കും നല്ല ഇംപ്ലാന്റ് നല്ലതായിട്ട് എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയില്ല. നമ്മളെന്തായാലും ഫുള്ളൊന്നും ഞാൻ പറയുന്നില്ല, പൈസ കൊടുത്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ഫുള്ളൊന്നും ഞാൻ പറയുന്നില്ല, പൈസ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഈ പറയുന്ന പോലെ 4.5 ലക്ഷം രൂപയുടെ മേളിൽ ചിലവ് വരും അല്ലേ? കാരണം എൻ്റെ ഓരോ രോഗികൾക്കും ഓരോ ഇതല്ലേ, പല്ലിൻ്റെ പ്രശ്നമുള്ളവർക്ക് ഓരോ. എനിക്ക് പോലെ അല്ല, എനിക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടായിരുന്നു. ഇംപ്ലാന്റ് ഒക്കെ ചെയ്തിട്ടേക്കാണ് ഇവിടെ 2 പല്ല് ഒടിഞ്ഞു കയറിയിട്ട് അതാണ് ഞാൻ ചിരിക്കുമ്പോൾ ഗ്യാപ്പ് കാണുന്നത്. അല്ലാതെ പല്ല് പൊഴിഞ്ഞ് കിളവിയായതല്ല, അത് കാൽസ്യം പോയിട്ട് ആഫ്റ്റർ ഡെലിവറിക്ക് വന്ന പ്രശ്നമാണ്. അപ്പോൾ ഇനിയിപ്പോൾ അത് പല്ലിനും ഒരു 3-4 മാസം കഴിയുമ്പോഴത്തേനും അത് വെക്കുമ്പോഴത്തേനും ആ ഒരു ഗ്യാപ്പ് മാറും. ഇനി എത്ര ദിവസം കൂടെ വേണ്ടി ട്രീറ്റ്മെന്റ് ഇനി 3-4-5 മാസം ഉണ്ട്, നന്നായിട്ടുണ്ട്. ഈ സബ്സ്ക്രിപ്ഷൻ എടുത്തതിന്റെ ശേഷം ഒരുപാട് ആൾക്കാർ നെഗറ്റീവ് പറയുന്നുണ്ടല്ലോ. അല്ലെങ്കിലും നെഗറ്റീവ് അല്ല, അങ്ങനെയല്ല. ഇപ്പൊ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന ഒരു ഇപ്പോൾ അങ്ങനത്തെ കുറച്ച് എന്താ പറയുക, ഒരു കുറച്ച് വരുമാനം കിട്ടണം അല്ലെങ്കിൽ വേറെ രീതിയിലേക്ക് ആകണം എന്നുള്ള കുറച്ച് ആൾക്കാർ മാത്രമാണ് അങ്ങനെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു രീതിയിലേക്ക് രേണുവിന് ആൾക്കാർ അങ്ങനെ കോർണർ ചെയ്യുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ എനിക്ക് മനസ്സിലായില്ല എന്താ ഉദ്ദേശിച്ചത്. അതായത് വരുമാനം കിട്ടണമെന്ന് ഇപ്പൊ അല്ലെങ്കിൽ ഇപ്പൊ നമ്മളെല്ലാവരും ജീവിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പൈസ വേണം, പൈസ ഇല്ലാതെ ഒരു രക്ഷയില്ല. ഞാനൊക്കെ 6 മാസം ആയതേ ഉള്ളൂ. ഞാൻ ഇവിടെ ഒരു സ്റ്റേജിൽ എത്തിയിട്ട് 6 മാസം, കറക്റ്റ് 6 മാസമായി. അപ്പം നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത് നമുക്ക് പൈസ വേണം, പൈസ ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റത്തുള്ളൂ, പൈസ ഉണ്ടാക്കിയാലേ ജീവിക്കാം എന്ന് പറഞ്ഞ് കോടികൾ ഉണ്ടാക്കാൻ അങ്ങനല്ല. നമ്മൾ നല്ല രീതിയിൽ ഉണ്ടാക്കാം. നമുക്ക് എന്താണ് അറിയുന്നത്, നമ്മൾ കലാപരമായിട്ട്. ഞാൻ ചോദിക്കട്ടെ, സെലിബ്രിറ്റികളല്ലാത്തവരും ഈ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നില്ല, അവർ പൈസ ഉണ്ടാക്കുന്നില്ലേ? അതിനിപ്പം ഞാൻ ഇത് എടുത്തപ്പോഴാണ് ഇത് ഇത്ര വലിയ പ്രശ്നമായതും വലിയ വിവാദമായതും. ഒരുപാട് പേര് സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടില്ലേ? അവരുടെ ഒന്നും ഒരു ഫോട്ടോസ് ലീക്ക് ആകുന്നുമില്ല, ഒരു പ്രശ്നം. ഇതിനകത്ത് ഞാൻ എന്താ പറയാൻ എനിക്കറിയില്ല. സബ്സ്ക്രിപ്ഷൻ വെച്ച ആൾക്കാർ കണക്ക് കൂട്ടിയിട്ട് വരുമാനം എത്ര വരെ വെളിപ്പെടുത്തി തുടങ്ങി. ഞാൻ പോലും കണക്ക് കൂട്ടിയില്ല, അതാണ് സത്യം. എനിക്കറിയില്ല സത്യം. ഈ ഇടയിലും കണ്ട സബ്സ്ക്രിപ്ഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നത്. സത്യമുള്ള കാര്യം പറയല്ലേ, വരുമാനം അത് ഇത്ര വെച്ച് കൂട്ടാനോ കൂടി ഇതൊന്നും എനിക്കറിയാം. ഞാനറിഞ്ഞില്ല. ഞാൻ ഓരോരുത്തർ പറയുമ്പോഴാണ് ഞാൻ ഇത്രയും ഉണ്ടായിരുന്നു, ഇത്രയായോ എന്നൊക്കെ എനിക്കറിയില്ല. എത്രയാണ് മെറ്റ എടുക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല. ഇപ്പോഴാണ് അത് അറിഞ്ഞു വരുന്നത്. പൈസ ഉണ്ടാക്കുന്ന തെറ്റായ രീതി തെറ്റാണ്. നമ്മൾ പൈസ നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ പൈസ ഉണ്ട്. പൈസ ഇല്ലെങ്കിൽ നമുക്ക് പൈസ ഉണ്ടെങ്കിലേ ഉള്ളൂ ആൾക്കാരും എല്ലാവരും. പൈസ ഇല്ലെങ്കിൽ ഞാനൊക്കെ അനുഭവിച്ചതാണ് കുറേ. സുധിച്ചേട്ടനുള്ള സമയത്ത് മറ്റേ ലോക്ക്ഡൗൺ ടൈമിൽ ഞാൻ അനുഭവിച്ചതാണ്. ചേട്ടനും ഞാനും ഒക്കെ ഞങ്ങളെ ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഒരു കടം വിഷയം വന്നിട്ട് സുധിച്ച ആ ഒറ്റപ്പെടലിൽ നിന്ന് ഇത്രത്തോളം ആയില്ലേ. അപ്പം അതിന് ഈ കുശുമ്പ് കയറി ഇതും പറയുന്നതിനും ഭേദം മര്യാദയ്ക്ക് അവരവരുടെ കാര്യം നോക്കി ജീവിച്ചാൽ പറ്റും. ഞാനൊരു കണ്ടന്റാണ് ഇവർക്ക്. ഈ ഇപ്പം വ്ളോഗേഴ്സിനാണേലും നെഗറ്റീവ് വ്ളോഗേഴ്സ് മീൻസ് കുറച്ച് പേരേ ഉള്ളൂ, ഒരു പേരിൽ തന്നെ ഒരു 5 പേരേ ഉള്ളൂ. അവർ റിയാക്ഷൻ വീഡിയോ ഇടുന്ന അവർക്ക് ഇപ്പൊ അവർക്ക് ഓരോ ദിവസം കണ്ടന്റാണ്. അതായത് ഞാൻ സബിലിടുന്നുണ്ട് പിക്ക്, അപ്പോൾ അവർക്ക് ഓരോ ദിവസം കണ്ടന്റാണ്. ഇന്ന് ഞാൻ ഒരു പിക്ക് ഇടുന്നതിന് മുന്നേ ഞാൻ സ്റ്റോറി ഇട്ടായിരുന്നു. വ്ളോഗേഴ്സ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ ചെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് തട്ടിക്കോളാൻ പറഞ്ഞ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഈ നെഗറ്റീവ് മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാറുണ്ടോ? മാനസികമായിട്ട് ബുദ്ധിമുട്ട് വരാറുണ്ടോന്ന് ചോദിച്ചാൽ വന്നാൽ പോലും ഞാനത് അവഗണിക്കുകയാണ് ചെയ്യുക. വരാറുണ്ടോ വരത്തില്ലെന്ന് പറഞ്ഞാൽ അത് കള്ളമാണ്. ഉള്ള കാര്യം പറയില്ല, അത് കള്ളമാണ്. നമുക്ക് മനസ്സിന് വിഷമമുണ്ട്. കാരണം നമ്മളൊരു തെറ്റും ആരോടും ചെയ്യുന്നില്ല. അങ്ങോട്ട് കയറി നമ്മൾ ഒരു തെറ്റും ചെയ്യാതെ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് വിഷമമുണ്ട്. പക്ഷെ അത് അവഗണിക്കുവാണ്. കാരണം വിഷമിച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എങ്ങും എത്താൻ പറ്റത്തില്ല. നമ്മളിവിടെ തന്നെ കിടക്കും. ഒരു മിലിറ്ററി ഓഫീസറുമായിട്ട് പ്രണയത്തിലാണെന്ന് പറയുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥ അങ്ങനെയൊന്നുമില്ല. മിലിറ്ററി ഓഫീസറുമായിട്ട് പ്രണയത്തിലൊന്നുമല്ല. അങ്ങനെ ഒരാളുണ്ട്, എൻ്റെ ഫാനാണ്. ഫാനെന്ന് പറഞ്ഞപ്പോൾ ഇവളായ എന്താണെന്നൊക്കെ അതൊന്നും എനിക്കറിയത്തില്ല. ആളുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പിലാണ്. വല്ലപ്പോഴും ആണ് മെസ്സേജ് പോലും അയക്കാറില്ല. പ്രണയത്തിലൊന്നും ആയിട്ടൊന്നുമില്ല. ഇത്രയും നാൾ UK-ക്കാരനാകുന്നില്ല. ആരുമായിട്ടും ഈ ഒരു സമയത്ത് ആരുമായിട്ടും ഇനിയിപ്പോൾ പ്രണയം ഉണ്ടായ പൊട്ടിപ്പോയോ തേച്ചോ അതൊക്കെ വഴിയേ നമുക്ക്. അതൊക്കെ ഈ ഒരു സൈഡിൽ കൂടെ അതൊക്കെ പേഴ്സണൽ കാര്യമാണ്. എന്തായാലും ഈ സമയത്ത് ഇപ്പം നിൽക്കുന്നിടത്ത് എനിക്ക് ആരുമായിട്ട് യാതൊരുവിധ പ്രണയവും ഇല്ല. അങ്ങനെ ഇനി മുന്നോട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇപ്പം ഈ ഒരു സമയത്ത് എനിക്ക് ആരുമായിട്ട് പ്രണയമില്ല. ഒറ്റയ്ക്ക് ജീവിച്ച് മടുത്തു എന്ന് പറഞ്ഞ സ്റ്റേറ്റസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് മാനസികമായിട്ട് നമ്മൾ പറഞ്ഞ പോലെ മനസ്സല്ലേ. അപ്പം നമ്മൾ അങ്ങനെയൊക്കെ ഇടും ചേട്ടാ സ്റ്റാറ്റസ്. നമ്മളിപ്പോൾ എപ്പോഴും ഇപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ നമുക്ക്. അങ്ങനെ ഇട്ടപ്പോൾ നമ്മൾ മനുഷ്യരാണ്. അങ്ങനെ ഇട്ടപ്പോൾ ആൾക്കാർ വന്നു മെസ്സേജ് അയച്ചിട്ട് ഒരുപാട് പേര് നമ്പർ തന്നു. ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ
കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടോ അങ്ങനെ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചു. ഒരുപാട് പേര്, കുറേ പേര് വാട്സപ്പ് നമ്പറൊക്കെ തന്നു. അപ്പം ഞാൻ ചിരിച്ചു തള്ളി. രേണു LDF അനുഭാവിയാണോ? ആ തീർച്ചയായിട്ടും. ചാമ്പ്യന്മാരായിരിക്കും പ്രശ്നം ഔട്ട്. കൊള്ളാലോ, അത് കൊള്ളാലോ, അതെനിക്ക് ഇഷ്ടപ്പെട്ട് ആ ചോദ്യം. LDF അനുഭാവിയാണെന്ന് വെച്ചിട്ട് ഒരുപാട് ആൾക്കാർ സെലിബ്രിറ്റീസ് ഇപ്പോൾ ഇലക്ഷനിൽ മത്സരിക്കുന്നുണ്ട്. 2020 പാർട്ടിയിലൊക്കെ കുറേ ആൾക്കാർ ഇപ്പോൾ അങ്ങനെ ഒരു ഓഫർ വന്നു കഴിഞ്ഞാൽ രേണു അത് സ്വീകരിക്കും? ഏത് പാർട്ടിക്ക് വേണ്ടി? ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ പാർട്ടിക്ക് വേണ്ടിയിട്ട് മാത്രമേ ഞാൻ. സെലിബ്രിറ്റികളുടെ പാർട്ടി BJP ആണല്ലോ, അപ്പൊ അതിലേക്ക് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലക്ഷങ്ങൾ ഓഫർ ചെയ്ത് കഴിഞ്ഞ് പോകും. ഇല്ല, എന്തുകൊണ്ടാ പോവാത്തെ? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കേരളം ചുവക്കട്ടെ എന്ന് പറയുന്ന ഒരാളാണ്. അപ്പൊ പിന്നെ എങ്ങനെയാ ഞാൻ അതിൽ? ഇപ്രാവശ്യം കേരളം ചുവക്കോ? ചുവക്കാനാണ് ആഗ്രഹം. കേരളം ചുവക്കട്ടെ. ആര് ഭരിക്കും? സഖാവതനെ ഭരിക്കട്ടെ. അതെ രേണു, ഇപ്പോൾ ഒരു ആൽബത്തിന് ഷൂട്ടിങ്ങിന് വന്ന സമയത്ത് ഇങ്ങനെ ഞങ്ങൾ ഒരുമിച്ചാണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെതിരെ കുറെ ആൾക്കാരെ അങ്ങനെയൊക്കെ പറഞ്ഞു നിങ്ങൾ ഒരുമിച്ചാണോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു സംഭവമുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ആണും പെണ്ണും ഇങ്ങനെ ഒരുമിച്ചാവുമ്പോൾ വേറെ രീതിയിൽ കാണുന്ന ഒരു തരം. ഇപ്പോഴത്തെ കാലത്ത് പെട്ടെന്നല്ല എല്ലാം. ഇപ്പൊ ആണും പെണ്ണും എല്ലാവരും ചിന്ത അതാണ്. അന്നേരം വേറെ അവിടെ വേറെ സംഭവമാണ്. ഇവരൊക്കെ ഉദ്ദേശിക്കുന്നതാണ് അങ്ങനത്തെ ഒരു സംഭവം. ഞാനും അവനും തമ്മിൽ ലൈഫിലില്ലെന്ന്, ഒരു സ്വപ്നത്തിൽ പോലും ഇല്ലെന്ന് ഞങ്ങൾക്കറിയാം. പിന്നെ ഇതിനകത്ത് എന്താണ് പറയാനുള്ളത്? അവർ പറയാനുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കും. എന്തൊക്കെ ഞാൻ ആരോട് അഭിനയിച്ചാൽ അതാണല്ലോ കേൾക്കുന്നത്. ദാസേട്ടൻ്റെ കൂടെ ആണെങ്കിൽ അത്, പ്രതീഷിൻ്റെ കൂടെ ഇങ്ങനെ, ഇനി അടുത്ത ആൾ വരുമ്പോൾ അങ്ങനെ. അതൊക്കെ കേട്ടോട്ടെ. ഇപ്പം ഒരു ഫ്ലാറ്റ് എന്ന് പറഞ്ഞാണ്, അവൾ ഒരു ഫ്ലാറ്റ് എന്ന് പറഞ്ഞാൽ ഇവരുടെ വിചാരം ഒരു മുറിക്കകത്ത് ഞങ്ങൾ തമ്മിൽ ഇവരുടെ മനസ്സിലുള്ള പോലത്തെ ആണെന്ന വിചാരം. ഞാനും അക്ഷയും തമ്മിൽ അങ്ങനെ ഒരു ബന്ധമില്ലെന്ന് എനിക്ക് പറയാം, അക്ഷയ്ക്ക് പറയാം. രേണുസുതിക്ക് ഒപ്പം അഭിനയിക്കാൻ പറ്റാത്തതിന്റെ വിഷമാണോ അത് ആൾക്കാർക്ക്? ഒരിക്കലും അല്ല. അല്ലല്ലോ. രേണുവിന്റെ ടോക്ക് ഭയങ്കര മെച്ചൂരിറ്റി ആണല്ലോ ഇപ്പോൾ. അതെന്ത് പറ്റി? ഉറക്കം വന്നോണ്ടാ, ഉറങ്ങി എഴുന്നേറ്റോണ്ടായിരിക്കും മെച്ചൂരിറ്റി ആയിട്ട്. ഇങ്ങനെ അതിരാവിലെ എങ്ങനെ തഗ്ഗടിക്കാൻ പറ്റുന്നത്? അതിരാവിലെ എങ്ങനെ തഗ്ഗടിക്കാൻ പറ്റുന്നത്? അറിയത്തില്ലടാ, അങ്ങനെ തന്നെ വരുന്ന ഉള്ളിന്ന് വരുന്നതാണ്. ഇപ്പൊ ഒരുപാട് ആൾക്കാരുടെ വയറൊക്കെ കാട്ടിയുള്ള ഷൂട്ടൊക്കെ നടക്കാറുണ്ട്. വയറ് അപ്പം ഈ രേണുവിന്റെ വയറ് കാണുമ്പോഴാണ് ആൾക്കാർക്ക് കുറച്ചുകൂടി പ്രശ്നങ്ങൾ. രേണുവിന്റെ വയറിന് ഫാൻസും ഉണ്ടെന്നേ. കുശുമ്പ് കയറിയിട്ടാണ്. ഇവർക്കൊന്നും അത് കിട്ടത്തില്ലല്ലോ, അതില്ലല്ലോ, അതുകൊണ്ട് കുശുമ്പ്. ഇന്നലെ ഒരു ട്രോള് കണ്ടായിരുന്നു, തമന്നേന്റെ വയറാണെന്ന് പറഞ്ഞിട്ട്. എന്റെ ദൈവമേ, ഇനി അത് മതി. അങ്ങനെ ആരും പറഞ്ഞായിരുന്നു? പറയാറുണ്ട്, ഫോട്ടോസിലൊക്കെ കാണുന്നുണ്ട്. അപ്പൊ പറയാറുണ്ട് തമന്നേന്റെ വയറാണ്. ഈ വയറ് നേരിട്ട് കാണാത്ത ആൾക്കാരായിരിക്കില്ല അങ്ങനെ പറയുന്നത്. തമന്നയുടെ വയറാണ്. അത് നേരിട്ട് കാണുന്ന ഫോട്ടോ കാണുന്ന സെയിം അല്ലേ. ഒന്നും അതിനകത്ത് എന്താ പറയാ, വയറിനകത്ത് എന്തായാലും വെച്ച് കെട്ടി ഒന്നും കാണിക്കാൻ പറ്റത്തില്ല. ഉള്ള വയറല്ലേ കാണിക്കാൻ പറ്റത്തുള്ളൂ. അല്ല, അങ്ങനെ ആൾക്കാരെ ഇപ്പം അതാ പറഞ്ഞത്, ഇപ്പൊ രേണു എന്ത് കാണിക്കുമ്പോഴും നെഗറ്റീവിലേക്ക് പോകുന്നത് എന്തുകൊണ്ടാണ്? അത് രേണു സുധിച്ചേട്ടന്റെ വൈഫ് ആയതുകൊണ്ട്, അതായത് മരിച്ചുപോയ സുധിച്ചേട്ടന്റെ വൈഫ് ആയതുകൊണ്ടാണ് അതങ്ങനെ നെഗറ്റീവായിട്ട് കാണുന്നത്. അതായത് വിധവ എന്നുള്ള സങ്കല്പം വിട്ട് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന പലരും, ഒരുപാട് ഇപ്പം ട്രാൻസ്ജെൻഡേഴ്സ് കമ്മ്യൂണിറ്റി ആണെങ്കിലും എൻ്റെ കുറേ സപ്പോർട്ടേഴ്സ്, ഞാൻ അവർക്ക് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവരിൽ. അപ്പം അവരെന്നോട് എപ്പോഴും പറയും, ചേച്ചിയെ സംബന്ധിച്ചിപ്പം ഒരു വിധവ മൂലക്കിരുന്ന് ഇരിക്കുമല്ല, ചേച്ചിയുടെ ഇഷ്ടത്തിന് ജീവിക്കുക. അതായത് നല്ല മക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പം പൈസ വേണമല്ലോ, പൈസ ഉണ്ടാക്കി അവർക്ക് അവരുടെ സന്തോഷത്തിന് നല്ല രീതിയിൽ ജീവിക്കുന്ന കുറച്ച് പേർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതാണ് അവർ ഈ നെഗറ്റീവ് പറയുന്നത്. അതാണ് പ്രശ്നം. അപ്പം ഈ നെഗറ്റീവ് പറയുന്നവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? നെഗറ്റീവ് പറയുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കും. അവർ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. എനിക്ക് എൻ്റെ കാര്യം നോക്കിയല്ലേ. എനിക്കിപ്പം സൂയിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ അങ്ങ് പോകും, മരിക്കുന്നോടം വരെ ഇങ്ങനെ പോകുമല്ലോ. അപ്പം എന്നാ ചെയ്യാൻ? അല്ല, ഇപ്പൊ ഈ രേണുസുതി എന്ന് പറഞ്ഞ ഒരാള് ഒരു DP മാറ്റിയപ്പോ തന്നെ ഇവിടെ ഭയങ്കര കോളികളൊക്കെ സൃഷ്ടിച്ചു. അതാ ഞാൻ ചോദിച്ചത്. എൻ്റെ കെട്ടിയോൻ്റെ DP ഞാൻ ഇടുന്നതിന് പ്രശ്നം, അത് മാറ്റുന്നതിന് പ്രശ്നം, ഞാൻ ഫോട്ടോ വേറെ ഇടുന്നതിന് പ്രശ്നം, ഇതെല്ലാം പ്രശ്നങ്ങളാണ്. ഇവർക്കാണ് പ്രശ്നങ്ങൾ. വേറെ ആർക്കും ഒരു പ്രശ്നമില്ല. എന്തിൻ്റെ സോക്കേടാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്കറിയില്ല ഇതെന്താ സംഭവം. എനിക്കിഷ്ടമുള്ളപ്പോൾ ഞാൻ DP അതൊക്കെ എൻ്റെ ഇഷ്ടമല്ല, പേഴ്സണൽ കാര്യമല്ലേ. റീസൺ ഉണ്ട്. ഈ മെറ്റയുടെ ഒരു എന്താ പറയാ, നമ്മൾ ഈ സെലിബ്രേറ്റ്, എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനെപ്പറ്റി ഇപ്പോഴാണ് അറിഞ്ഞു തുടങ്ങുന്നത്. ഒരു ഇത് വന്നായിരുന്നു, ടിക്ക് വെരിഫിക്കേഷൻ, ബ്ലൂ ടിക്ക്. അപ്പൊ അതിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് മെറ്റയുടെ മെസ്സേജ് ഞാൻ വരുമല്ലോ നമുക്ക്. അപ്പം DP മാറ്റണമെന്ന് പറഞ്ഞു. അപ്പൊ അതാണ് ഞാൻ മാറ്റിയത്. അതിന്റെ ഒന്നും ആയിട്ടില്ല. പിന്നെ ഞാൻ പോവല്ലേ, പോയിട്ട് വന്നിട്ട് നോക്കണം.
അറിയാവുന്നവരെ കൊണ്ട് നോക്കിക്കണം. അപ്പോൾ അതാണ് സംഭവം. അല്ലാതെ ഞാൻ മനഃപൂർവ്വം സുധിച്ചേട്ടൻ്റെ ഫോട്ടോ മാറ്റിയിട്ട് പുള്ളിയെ എടുത്ത് എറിഞ്ഞതൊന്നുമല്ല. പിന്നെ വേറൊരു ബ്ലോഗറിനെ പേടിച്ച് മാറ്റിയതൊന്നുമില്ല. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. എനിക്കെന്തിനാ ആരെ പേടിക്കും? എനിക്ക് ആരെയും പേടിയില്ല, ദൈവത്തെ മാത്രമേ പേടിയുള്ളൂ, ആരെയും പേടിയില്ല. ഇപ്പോഴും പറയാം, എനിക്ക് ഒരു മനുഷ്യനെ പേടി. എന്തിനാണ് പേടിക്കുന്നത്? എൻ്റെ ആവശ്യമില്ലല്ലോ. നമ്മൾ നല്ലതായിട്ട് നല്ല രീതിയിൽ പോവുക, ആർക്കും ഗുണം ചെയ്തില്ലെങ്കിലും ദോഷം ചെയ്യാതിരിക്കുക, മര്യാദയ്ക്ക് പോവുക, അവനവനെ അറിയാവുന്ന പണി ചെയ്ത് പോവുക, ജീവിക്കുക. അല്ല, ഇപ്പോൾ ഈ ഒരു DP മാറ്റി ഇത്രയും പ്രശ്നമായ സ്ഥിതിക്ക് ഇപ്പോൾ രേണുസുധി കല്യാണമോ അല്ലെങ്കിൽ രേണുസുധി എന്നുള്ളതിനകത്ത് സുധി മാറ്റിയിട്ടുള്ള വേറൊരു പേര് വരുമ്പോഴും എന്തായിരിക്കും ഇവിടെ പ്രശ്നം ഉണ്ടാവുക? ഇവിടെ എൻ്റെ ദൈവമേ, അതിപ്പോൾ എന്നെ പറയണോ? പിന്നെ അതായിരിക്കും. പിന്നെ എനിക്ക് തോന്നുന്നത് ഈ എന്താ പറയുക, അതോടുകൂടി എനിക്ക് തോന്നുന്നത് പിന്നെ ഇതങ്ങ് തീരുമെന്ന് തോന്നി ഈ വിവാദങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. എന്നാ പറയാനോ എന്നാ പറഞ്ഞിട്ട്. പക്ഷെ എന്തായാലും ഇപ്പം ഞാൻ കല്യാണം കഴിക്കാനൊന്നും ആഗ്രഹിക്കുന്നൊന്നുമില്ല. ഞാൻ പറയട്ടെ, മനുഷ്യൻ്റെ മനസ്സാണ് ഓരോ നിമിഷം മാറിക്കൊണ്ടിരിക്കുന്നത്. അവൾ അന്ന് പറഞ്ഞത് ഇന്നാൾ കേട്ടുവെന്നല്ലേ, പിന്നെ അവളെന്താ ഇങ്ങനെ പറയുന്നത്? എടേ, ഇത് എൻ്റെ മനസ്സല്ലേ. ഇതിപ്പം നിങ്ങളെപ്പോലെ ആവണമെന്നുണ്ടോ? ഞാനൊരു വ്യക്തിയാണ്. ഞാനെന്ന വ്യക്തിക്ക് പിന്നെ പലപ്പോഴും ഇപ്പം എന്താ പറയുക, യുദ്ധത്തിൻ്റെ കാര്യങ്ങളൊന്നും അല്ലോ ഞാൻ മാറ്റി പറയുന്നത്. എൻ്റെ പേഴ്സണൽ കാര്യമല്ലേ ഞാൻ മാറ്റി പറയുന്നത്. ഞാൻ വേറൊന്നും അല്ല പറയുന്നത്. ഭയങ്കര ഗ്ലാമർ ആയിരുന്നു കുറച്ച് ഫാൻസുകാർ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞാലും അതിൻ്റെ ഇടയിൽ പറയും ഇവിടെ ഉണ്ട് അമ്മച്ചി കിളവി. ഹലോ, എന്നാപ്പം വരുവാ? ആ ശരി ശരി. പപ്പായ. അമ്മച്ചി കിളവി മുതുക്കി തല. ഇന്നലെ തൻസീർ കൂത്തുപറമ്പിൻ്റെ സിനിമ ആൽബം ഇറങ്ങിയാണ് ഞങ്ങളുടെ കുഞ്ഞിപ്പെങ്ങളുടെ കല്യാണം. നല്ല രീതിയിൽ വൈറലുമായി ട്രെൻഡിങ്ങുമായി. ഞാനും പ്രതീക്ഷയായിരുന്നു കല്യാണ ചെറുക്കനും കല്യാണ പെണ്ണും കല്യാണ ചെറുക്കനും. അതിന് കുഞ്ഞിപ്പെങ്ങളല്ല, കുഞ്ഞമ്മച്ചിയുടെ കല്യാണം. ഈ മുതുക്കിയെ മാത്രമേ കിട്ടിയുള്ള കമൻസിൻ്റെ. ഞാൻ ഈ പറയുന്നവരൊക്കെ എന്നെ നേരിട്ട് വന്ന് കണ്ടിട്ട് പറയട്ടെ. ഇത് ഞാൻ പറയുന്നത് ഈ ആദ്യ സമയങ്ങളിലൊക്കെ ഈ പല്ലിന്നൊക്കെ കുറെ ആൾക്കാർ ഇപ്പോഴും വിളിക്കുമല്ലോ പല്ലി എന്റെ കുടുംബസ്വത്ത. അല്ല, പക്ഷെ അത് കണ്ട പല്ലിയെ പോലെ അല്ലേ? അപ്പൊ അല്ല, വലിയ അതല്ല, വലിയ അതല്ല. ഇപ്പൊ അതിലൊരു വിളിയിലൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടോ ഇപ്പൊ? നേരിട്ട് എന്റെ ദൈവമേ, നേരിട്ട് ആരും ഒന്നും വിളിക്കത്തില്ല. നേരിട്ട് പറഞ്ഞ് അയ്യോ നല്ല രസമുള്ളതാണ്, ഇതുപോലെ അല്ലല്ലോ ഫോട്ടോയ്ക്കകത്ത് കാണുന്നതൊക്കെയാണ് പറയാറ്. ഇപ്പൊ കുറച്ച് ബ്യൂട്ടി കെയർ ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. നല്ല രീതിയിൽ നോക്കുന്നുണ്ട്, സ്കിന്ന് നോക്കുന്നുണ്ട്, ട്രീറ്റ്മെന്റ്, റൂമ കോസ്മെറ്റോളജി ട്രീറ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. ജിമ്മിലൊക്കെ പോയി തുടങ്ങി, ഡയറ്റൊക്കെ തുടങ്ങിയതേ ഉള്ളൂ. ഷുഗർ കട്ട് ട്രെയിനർ പറഞ്ഞായിരുന്നു ഷുഗർ കട്ട് വേണമെന്ന്. ഞാനത് ഷുഗർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ലൈഫ് പോയി. നിങ്ങൾ കണ്ടല്ലേ ബിഗ് ബോസിനകത്ത് പഞ്ചസാര കഴിക്കും. ഞാൻ ഷുഗർ കട്ട് ചെയ്യാതെ വർക്കൗട്ട് ചെയ്യാൻ നോക്കാം. പഞ്ചാരയാണോ? അവരല്പം പഞ്ചസാരയാണ്. എന്നെ അടുത്തറിയാവുന്നവർക്കറിയാം, എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാം, കുറച്ച് പഞ്ചാരയാണ്. രേണു യുദ്ധം നടക്കുകയാണ്, ഇപ്പം വിദേശ രാജ്യത്തേക്ക് പോവാണ്. ഞാനത് മറന്നിരിക്കുവായിരുന്നു. സെലിബ്രിറ്റീസ് ഒക്കെ വീട്ടിലാണ്, രേണു പക്ഷെ വിദേശ രാജ്യത്തേക്ക് പോവാണ്. എന്താണ് ആരാധകരോട് പറയാനുള്ളത്? ഞാൻ ഇന്നൊരു വീഡിയോ കണ്ടു റിമി ചേച്ചിയുടെ. ഇന്ന് ഒരു ഇനോഗ്രേഷൻ ഇന്നോ നാളെ അത് മാറ്റി ഈ പ്രശ്നം വേണ്ടി പോകുന്നില്ലത്. ഞാനിപ്പോൾ ഇന്ന് പോകുന്നുണ്ട്. എന്താ പറയാനുള്ളത്? ആരോട് പറയാനുള്ളത്? ആരാധകരോട്. ആരാധകർ മറന്നുപോയി. ആരാധകരോട് തന്നെ പറയാം, പോയിട്ട് വരാം. ഇതൊന്നും ഇല്ലാതെ പെട്ടെന്ന് എനിക്ക് 2-ാം തീയതി തന്നെ തിരിച്ചു വരണം. കാരണം എനിക്കിവിടെ ഇനോഗ്രേഷൻ ഉണ്ട്, ഷൂട്ട് കൺഫേം ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ. ചേച്ചി ഏകദേശം ഇപ്പം എത്ര ഇനോഗ്രേഷൻസ് ചെയ്ത് കാണും? നാട്ടിൽ തന്നെ കുറേ ചെയ്തോന്നു. ബ്യൂട്ടി പാർലർ എല്ലാം നമ്മൾ ലീസിലെടുത്തേക്കോ ഇനോഗ്രേഷൻ. ആണോ? യുദ്ധകാലാടിസ്ഥാനത്തിലാണോ? യുദ്ധകാലാടിസ്ഥാനമാണോ യുദ്ധാനന്തര അടിസ്ഥാനമാണോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും എന്നെ വിളിക്കുന്നുണ്ട് ബ്യൂട്ടി പാർലറുകളെല്ലാം. എനിക്കൊന്ന് സ്ത്രീകൾ ഒരുപാട് പേര് അതിൽ സിംഗിൾ പേരൻസ് ഒക്കെ എന്നെ വിളിക്കുന്നത് ഇനോഗ്രേഷൻസിനൊക്കെ. ഇപ്പം കഴിഞ്ഞ ദിവസം ഞാനൊരു ബോട്ടിക്ക് ഇനോഗ്രേഷൻ ചേച്ചി സിംഗിൾ പേരൻസ്